സർവശക്തനും സർവലോക നിയന്താവും പരിപാലകനും ഏകനും ആരാധ്യനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് തീർത്തും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആരാണ്? അള്ളാഹു നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹു ആരാണ് എന്ന ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ മുന്നിൽ വെച്ചത്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അവന് ഇബാദത്തുകൾ ചെയ്യുക എന്നത്. ആ ഇബാദത്തുകൾ എന്താണ്? എല്ലാം ഇബാദത്താണ്. അവനിഷ്ടമായ എല്ലാ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉൾക്കൊള്ളുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽപ്പെട്ടത്. നമ്മൾ വിശ്വാസിയായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന, ഇപ്പോൾ ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ച ആ 3 സഹോദരന്മാർ, അവരോടും പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആരാധനക്കറിയാൻ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഒരു ആപ്തവാക്യം അത് മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും എല്ലാം അത് അടങ്ങിയിരിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവൻ്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തുണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും വേണം. എല്ലായിടത്തും പലപ്പോഴും കേൾക്കുന്നത് പല രൂപത്തിലാണ്. കുട്ടിയെ ഉറക്കുന്ന ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താരാട്ട് പാട്ടോടുകൂടി ആ കുട്ടിയെ ഉറക്കാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ യാചനയുമായി നമ്മുടെ മുന്നിലെത്തുന്ന സഹോദരന്മാരും പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനാ കർമ്മങ്ങളിൽ നാം കേൾക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ യഥാർത്ഥമായത് ഏതാണ്? നമ്മൾ പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പ്രഖ്യാപനം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വേണം എന്നതാണ്. ഇന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇന്ന് ഖത്തീബ് സൂചിപ്പിച്ചിരുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അടിയുറച്ചതായിരിക്കണം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എൻ്റെ ദൃഢവിശ്വാസമായി മാറണം. അതൊരു പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാനായിട്ട് തീരുമാനിക്കുകയും അഗ്നികുണ്ഡം തീർത്തിട്ട് അതിലേക്ക് എടുത്തെറിഞ്ഞപ്പോഴും അദ്ദേഹം പ്രയാസപ്പെടാതെ, വിഷമിക്കാതെ അത് തരണം ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടത് കാരണമായിരുന്നു. അള്ളാഹു ആ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം അത് തീയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ആണെന്ന് ആ രാജാവിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നു. അതിലെന്താ? ഈ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു എന്നതാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നതാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ അവൻ നീതിയോടുകൂടി സംസാരിക്കണം. മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. നന്മയായിരിക്കണം അവനുണ്ടാകണത്. എനിക്ക് നാവ് നൽകിയ എൻ്റെ റബ്ബ് ഇത് നന്മക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. അതിനാൽ ഈ നാവിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഞാൻ വിനിയോഗിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥമായി സംസാരത്തിലൂടെ കടന്നു വരുന്നത്. കച്ചവടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ, അല്ലെങ്കിൽ കൊള്ളലാഭം എടുക്കാതെ, അവൻ സാമ്പത്തിക രംഗത്ത് എല്ലാവിധ മാന്യതയും സൂക്ഷിച്ചു പുലർത്തുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാറ്റം വരുത്തിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാചകത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നതാണ്. അതേപോലെ തന്നെ തൻ്റെ കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്ക് സ്നേഹത്തോടെ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ്? അതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്, സ്നേഹമാണ്. അപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നതാണ്. അപ്പോ ഒരു പ്രഖ്യാപനം മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഴലിച്ച് കിടക്കണം എന്നതാണ്. മാത്രമല്ല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ പൊരുതുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ഈ ലോകത്ത് സൃഷ്ടിച്ച എൻ്റെ റബ്ബ്, ആ റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കുകയില്ല. ഇത് ഒന്നാമത്തെ രംഗമാണ്. ആരാധനയിൽ അല്ലാഹ് പങ്കു ചേർക്കാതിരിക്കുക. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിന് മാത്രം ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ. അവനോടാണ് ഞാൻ ചോദിക്കേണ്ടത്. കാരണം എന്താണ്? ഏത് പ്രയാസം വന്നാലും ഏത് വിഷമം വന്നാലും ആ പ്രയാസവും വിഷമവും നമ്മിൽ നിന്ന് അകറ്റിത്തരാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു വിശ്വാസി അവന്റെ എല്ലാ വിഷമതവും പ്രയാസവും അല്ലാഹുവിന് സമർപ്പിക്കുകയാണ്. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി വരുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ നമ്മൾ സർവ്വതും പറയേണ്ടുന്നതിന് പകരം ഇല്ല, അള്ളാഹുവിന് സമന്മാരായി അല്ലെങ്കിൽ കൂട്ടാളികളായി ആളുകൾ ഉണ്ട് എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ അള്ളാഹിന്റെ കഴിവ് നൽകുക എന്ന് തീരുമാനിക്കുക. ആ രൂപത്തിൽ നമ്മൾ അവരോട് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി എന്നതാണ്. അപ്പോ തെറ്റുകൾ എന്ത് ചെയ്താലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി മാറുന്നു, ആരാധനയിൽ മാത്രമല്ല. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ സർവ്വ രംഗങ്ങളിലും ഉണ്ടാകേണ്ട ഒന്നാണ്. ആ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. ആ പ്രവാചകനെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോ അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തും നമുക്ക് പഠിപ്പിച്ചു തന്നതാരാണ്? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ മാതൃക പ്രവാചകനിലൂടെ കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥവത്ത് വരുന്നത്. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുക ഈ പ്രവാചകനെ മാറ്റിയിട്ട് എങ്കിൽ, ഈ പ്രവാചകന്റെ വാചനങ്ങൾ മാറ്റിയിട്ട് എങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. ഒരു വേഷം ധരിക്കുന്ന വ്യക്തി എങ്ങനെ വേഷം ധരിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് ആ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ഏകനാണ് അള്ളാഹു, എൻ്റെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും മനസ്സിലാക്കുകയും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഈ വേഷവിധാനത്തിൽ പോലും ഞാൻ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ അവിടെയും ആ കർമ്മങ്ങളിൽ പാളിച്ച സംഭവിക്കുന്നു എന്നാണ്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞുവല്ലോ, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലി. ഞാൻ പോകുമ്പോൾ നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചാണ് പോകുന്നത്. അത് ഒന്നെന്താണ്? ഖുർആനാണ്. മറ്റൊന്ന് പ്രവാചകന്റെ ശരീഅയും. ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളാണ്, മറ്റൊന്ന് ആ അള്ളാഹുവിന്റെ കൽപ്പനയുടെ വിശദീകരണമാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളത് ഈ രണ്ട് കാര്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എങ്കിൽ നാളെ അതിന് നമ്മുടെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജീവിതത്തിൽ നിന്നും വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്നാണ്. സൂറത്ത് സജ്ദയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹിക്ക് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വചനമാണ്, സൂറത്താണ് സൂറത്ത് സജ്ദ. ആ സജ്ദയിലുണ്ട് വലൗ തറാ നൽ മുജ്രിമൂന, അഥവാ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. എന്താണ്? അള്ളാഹുവിന്റെ കണ്ടുമുട്ടുന്ന അവസ്ഥയെ പറ്റി പറയാം. നിങ്ങൾ തലതാഴ്ത്തി നിൽക്കുന്നൊരു രംഗം, തലകുനിച്ച് നിൽക്കുന്നൊരു രംഗം. ആ രംഗത്ത് നിങ്ങൾ തലകുനിച്ച് നിൽക്കുക. ഇവിടെ അള്ളാഹിന്റെ മുന്നിൽ ഇവിടെ എല്ലാ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റി
വിശ്വസിച്ചില്ല. പക്ഷേ അള്ളാന്റെ മുന്നിൽ അവിടെ നിന്ന് പറയാ, റബ്ബനാ ബുസിറിനാ വഫർജിനാ, പടച്ചോനെ ഇതാ ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഇതാ ഞങ്ങൾക്ക് ഇതെല്ലാം വിശ്വാസമായി, നിന്റെ അഖീദ ഞങ്ങൾക്ക് വിശ്വാസമായി, നീയുണ്ടെന്ന് വിശ്വാസമായി, നിന്റെ ആരാധന കർമ്മങ്ങളും എന്റെ പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് വിശ്വാസമായി, എനിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. ഫർജിനാ, നീ ഞങ്ങളെ ഒന്ന് മടക്കോ, എന്നെ ഒന്ന് തിരിച്ചു മടക്കുമോ? എങ്ങോട്ട്? ഒരു 10, 60, 70 വർഷക്കാലം ഇവിടെ ജീവിക്കാൻ എല്ലാ അവസരവും നൽകി. ആ അവസരം നൽകിയിട്ട് ഒരു ദിവസത്തിൽ 5 നേരം 7 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ അതിന് സമയം നമുക്കുണ്ടായിരുന്നില്ല. സന്മകളും നന്മകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ നമ്മളോട് പറഞ്ഞു, അതിന് നമുക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിയല്ലേ? എന്നിട്ട് പറയാ ഫർജിനാ, ഇനി ഞങ്ങളെ മടക്കിയാൽ നിഅമൽ സാലിഹ, അവിടെ പറയുന്ന നിഅമൽ സാലിഹ, ഓരോ ശ്വാസവും ഞാൻ സൽക്കർമ്മം ചെയ്തുകൊള്ളാം. പക്ഷെ നടക്കാത്തൊരു സംഭവമാണ്. അപ്പോഴായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കാതെ, തലകുനിച്ച് നിൽക്കാതെ, കൃത്യമായ ബോധത്തോടുകൂടി ഈ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന്